നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈയിടെ എൻ്റെ ഒരു പേഷ്യൻ്റ് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾ നാവ് വടിക്കേണ്ട കാര്യമുണ്ടോ? ടങ് ക്ലീനിങ് എൻ്റെ ആവശ്യമുണ്ടോ? പല്ല് തേച്ചാൽ മാത്രം പോരെ? അപ്പം ഞാൻ പറഞ്ഞു, നാവ് വടിക്കണം. ടങ് ക്ലീനർ എന്ന് പറയുന്നൊരു സാധനം കടയിൽ വാങ്ങിക്കാൻ കിട്ടും. വളരെ മൃദുവായിട്ടുള്ള ടങ് ക്ലീനർ പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ടങ് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാവിൻ്റെ മുകളിൽ നമുക്ക് എപ്പിത്തീലിയം ഉണ്ട്. അതായത് നമ്മുടെ ആ ദശയുണ്ട്. അതിൻ്റെ ഇടയിൽ വില്ലായി എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻസിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണാവശിഷ്ടം കയറിയിരുന്ന് അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്തിട്ടാണ് ഇത് ചില ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ വായനാറ്റം വരുന്നത്. അപ്പോൾ വായനാറ്റം തടയാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഉപാധി നാക്ക് വടിക്കുന്നതാണ്. ഇതിൽ വിചിത്രമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 30 വർഷം മുമ്പ് ഡെൻ്റൽ കോളേജിൽ പഠിച്ചു വന്നിട്ടിരുന്ന കാലത്ത് ഞങ്ങളോട് ഞങ്ങളന്ന് സായിപ്പിൻ്റെ ബുക്കുകളാണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സായിപ്പ് പറഞ്ഞിരുന്ന നാക്ക് വടിക്കേണ്ടതെന്നാണ്. എന്നുവെച്ചാൽ നാക്ക് വടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മാത്രമല്ല, നാക്ക് വടിച്ചു കഴിഞ്ഞാൽ ഈ വില്ലായെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൊജക്ഷൻസിനെയൊക്കെ നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് രക്തം വരും, അതിന് പ്രശ്നങ്ങൾ വരും, ടേസ്റ്റ് ബഡ്സ് പോവും എന്നൊക്കെയായിരുന്നു തിയറി. അതുകൊണ്ട് ഞങ്ങളൊക്കെ നാക്ക് വടിക്കൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് സംസാരമൊക്കെ കുഴന്നൊക്കെയായി. ഇത് കഴിഞ്ഞ് വായനാറ്റവും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് ഞങ്ങൾ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ സായിപ്പ് പുതിയ തിയറി ആയിട്ട് വന്നു. നാക്ക് വടിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിനുള്ള കാര്യകാരണ സഹിതം സമർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ ഓറൽ ഹൈജീൻ സംബന്ധമായിട്ടുള്ള എല്ലാ റിസർച്ചിലും അവരിപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് ടങ് ക്ലീനിങ് ഇസ് എ മസ്റ്റ് എന്നുള്ളതാണ്. ടങ് ക്ലീനിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓറൽ ഹൈജീൻ മെഷർ പൂർണ്ണമാവുള്ളൂ. എന്നാൽ മാത്രമേ വായിലുള്ള ബാക്ടീരിയ, ആവശ്യമില്ലാത്ത ബാക്ടീരിയ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ വായനാറ്റവും കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നാക്ക് വടിക്കണം. പക്ഷേ മോഡറേറ്റ് ആയിട്ട് വടിക്കുക. പണ്ട് കാലത്ത് ഈർക്കിലി ഉപയോഗിച്ച് നാക്ക് വടിച്ച് ലഹളബഹളം ഉണ്ടാക്കിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ള ടങ് ക്ലീനർ ഉപയോഗിച്ച് മൃദുവായിട്ട് നാക്ക് വടിക്കുക, അത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.